നമസ്കാരം. ഞാൻ ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയുന്നത് പോലെ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷൻ അക്കീരവൻ കാളിദാസൻ വെട്ടരിപ്പാട് മാത്രമല്ല ഒരു താന്ത്രിക പുരോഹിതനും കൂടിയാണ്. എനിക്ക് ഏറ്റവും ഭക്തിയും ആദരവും തോന്നുന്ന ഒരു ചടങ്ങാണ് കോട്ടയം ജില്ലയിൽ രാമപുരത്ത് നാലമ്പല ദർശനം എന്ന് പറയുന്ന വലിയൊരു വലിയ ചടങ്ങ്. വാസ്തവത്തിൽ കൃതത്രേത ദ്വാപര കലി എന്നാണല്ലോ പറയുന്നത്. ത്രേതായുഗത്തിൽ നടന്നിരുന്ന വലിയൊരു കഥയും സത്യവുമാണല്ലോ ഈ രാമായണത്തിൽ കൂടി നമ്മൾ പാരായണം ചെയ്യുന്നതും അറിയുന്നതും. അതുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ രാമപുരം, കുടപ്പുലം, താമരക്കാട്, മേതിരി തുടങ്ങിയ 4 ക്ഷേത്രങ്ങളിൽ, രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് തന്നെ 4 ദർശനം ചെയ്യുന്നതും രാമായണം വായിക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ്, അനുഗ്രഹപ്രദമാണ് എന്നാണല്ലോ പറയപ്പെടുന്നത്. അത് നിങ്ങൾക്കൊക്കെ നിശ്ചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ യജ്ഞത്തിന് വാസ്തവം പറഞ്ഞാൽ വലിയൊരു സപ്താഹം നടത്തുന്നതിനേക്കാൾ ഫലസിദ്ധിയാണെന്നാണ് പറയുന്നത്. ഈ 4 ദിവസവും ഈ 4 ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ദർശനം ചെയ്യുന്നതും ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ ഉൾക്കൊള്ളുന്ന വലിയൊരു സന്ദേശം ഉൾക്കൊള്ളുന്ന വലിയൊരു സങ്കല്പമാണല്ലോ ഈ നാലമ്പല ദർശനത്തിലുള്ളത്. ഇത് ഭക്തി ആദരപൂർവ്വം നമുക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ താമരക്കാട് ഉപസഭയിലെ രാമപുരത്ത് താമരക്കാട് ഉപസഭയിൽപ്പെട്ടതാണ് ഈ 3-4 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഈ ക്ഷേത്രങ്ങൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ യജ്ഞത്തിൽ സകലരും, ഈ ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ നിന്നുള്ള സകല ആൾക്കാരും ഇവിടെ വന്ന് ദർശനം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നേടണം. വലിയ കുടുംബജീവിതത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന രാമായണത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു വലിയ യാഗം നടത്തുന്ന പോലെ ഫലമുണ്ടെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് ഈ 4 ദർശനം ചെയ്ത് ഭക്തി ആദരപൂർവ്വം സമർപ്പണം ചെയ്താൽ ഫലമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓരോ കുഞ്ഞുങ്ങൾക്കും, ഓരോ കുടുംബത്തിലും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ, ഭക്തിയുടെ പശ്ചാത്തലത്തിലേക്ക് നമ്മളെ നയിക്കുന്ന നാലമ്പല ദർശനം എന്ന് പറയുന്ന വലിയ സങ്കല്പത്തിന് ആശംസകൾ നേരുന്നതിനോടൊപ്പം എല്ലാവരും അതിൽ പാത്രീഭൂതരായി ഈ യജ്ഞം വിജയിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവർക്കും ഇതിൻ്റെ അനുഗ്രഹകല ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഒരുമാതിരി ആൾക്കാരെ രസിപ്പിക്കാൻ പറയുന്നതല്ല, അതിൻ്റെ യഥാർത്ഥ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. എല്ലാ ആശംസകളും ഈ യജ്ഞത്തിന് നേരുന്നു. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.